ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7ന്റെ ചാപ്റ്റർ 1ലെ ലാൻഡ് ഓഫ് ടെൻസ് എന്നുള്ളൊരു പോർഷൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഷെയർ ചെയ്ത് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ. ഈ പോർഷനിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇൻ ദ ലാൻഡ് ഓഫ് ടെൻസ് there are special calculators with special buttons. അതായത് നമുക്കിവിടെ ഓരോ കാൽക്കുലേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യം തന്നിരിക്കുന്ന കാൽക്കുലേറ്ററിൽ നോക്കിയേ 1000ന്റെ ബട്ടൺ മാത്രമേ ഉള്ളൂ. രണ്ടാമത് തന്നിരിക്കുന്ന കാൽക്കുലേറ്ററിൽ 10ന്റെ ബട്ടൺ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമ്മളത് ഫില്ല് ചെയ്യണം. നോക്കിയത് thoughtful thousands only has a 1000 button. How many times should it be pressed to show 3000? അത് നമുക്കിവിടെ ആൻസർ തന്നിട്ടുണ്ട്. ഈ 1000 ബട്ടൺ 3 ടൈംസ് പ്രസ് ചെയ്താൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? 3000 കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 10,000 കിട്ടണമെങ്കിൽ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 10,000 കിട്ടണമെങ്കിൽ 1 പ്രസ് ചെയ്താൽ 1000, 2 പ്രസ് ചെയ്താൽ 2000, 3 പ്രസ് ചെയ്താൽ 3000. അപ്പോൾ 10,000 കിട്ടണമെങ്കിൽ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 10 ടൈംസ് പ്രസ് ചെയ്യണം. അടുത്തത് 53,000 കിട്ടണമെങ്കിൽ 53 ടൈംസ് പ്രസ് ചെയ്യണം. വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ അല്ലേ? അടുത്തത് 90,000 കിട്ടണമെങ്കിൽ 90 ടൈംസ് പ്രസ് ചെയ്യണം. അടുത്തത് 1 lakh കിട്ടണമെങ്കിൽ അപ്പൊ എത്ര പ്രാവശ്യം പ്രസ് ചെയ്യേണ്ടി വരും? 1 lakh എങ്ങനെയാണ് എഴുതുന്നത്? ഇതാണ് 1 lakh അല്ലേ? അപ്പൊ 1 lakh കിട്ടണമെങ്കിൽ ഈ 1000ന്റെ ബട്ടൺ എത്ര പ്രാവശ്യം പ്രസ് ചെയ്യണം? അതായത് 1000ന് 3 zeros ആണ്. ഈ 3 zeros അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നോക്കിയാൽ മതി. എത്രയാണ്? 100 ടൈംസ് പ്രസ് ചെയ്താലേ എവിടെ എത്തത്തുള്ളൂ? 1 lakhൽ എത്തത്തുള്ളൂ. 90,000 കിട്ടാൻ 90 ടൈംസ് പ്രസ് ചെയ്തു. അപ്പൊ 1 lakh കിട്ടാൻ 100 ടൈംസ് പ്രസ് ചെയ്യണം. അപ്പൊ 1 lakh ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ 1 lakh സൈഡിൽ എഴുതി നോക്കുക. എന്നിട്ട് 1000ന് 3 zeros ആണ്. ആ സീറോസ് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി കേട്ടോ. 100 ആണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നോക്കിയേ, ഇവിടെ ഏതാണ് നമ്പർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 153 ടൈംസ് പ്രസ് ചെയ്താൽ ഈ 1000ന്റെ ബട്ടൺ 153 ടൈംസ് പ്രസ് ചെയ്താൽ ഏത് നമ്പർ ആയിരിക്കും കിട്ടുക? എങ്ങനെ കണ്ടുപിടിക്കാം? 153 into 1000 ചെയ്താൽ മതി അല്ലേ? ഇത് ചെയ്യുമ്പോൾ നമ്മൾ എഴുതിയൊന്നും ചെയ്ത് നോക്കണ്ട. 153 എഴുതിയിട്ട് ഈ 1000ന്റെ 3 zeros ഇതിൻ്റെ കൂടെ അങ്ങിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ എത്ര കിട്ടും? 1,53,000. അടുത്തത് how many thousands are required to make 1 lakh? 1 lakh ഉണ്ടാക്കണമെങ്കിൽ എത്ര തൗസൻഡുകൾ വേണമെന്നാണ് ക്വസ്റ്റ്യൻ. 1 lakh ഉണ്ടാക്കണ എത്ര തൗസൻഡ് വേണം? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1 lakh എഴുതിയിട്ട് ബൈ 1000 ചെയ്താൽ മതി അല്ലേ? എന്ത് ചെയ്യണം? ഇവിടുത്തെ ഈ 3 zeros-ഉം ഈ 3 zeros-ഉം കട്ട് ചെയ്ത് കളയാം. ബാക്കി എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും ആൻസർ. എത്ര കിട്ടി? 100 എന്ന് കിട്ടി. അപ്പോൾ 100,000 are required to make 1 lakh. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതായത് 1 lakh ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ എത്രയാണ് എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. The tedious tens only has a +10 button. How many times should it be pressed to show 500? അതായത് ഈ കാൽക്കുലേറ്ററിൽ 10ന്റെ ബട്ടൺ മാത്രമേ ഉള്ളൂ. 500 കിട്ടണമെങ്കിൽ 10ന്റെ ബട്ടൺ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 500 കിട്ടണമെങ്കിൽ 10ന്റെ ബട്ടൺ എത്ര പ്രാവശ്യം പ്രസ് ചെയ്യണം? 50 ടൈംസ് പ്രസ് ചെയ്യണം. അപ്പൊ അത് കണ്ടുപിടിക്കണേ. 500 by 10 ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു സീറോയും കട്ട് ചെയ്തു പോകും. ബാക്കി 50 by 1 എന്ന് കിട്ടും. അപ്പൊ 50 ടൈംസ് പ്രസ് ചെയ്താലേ 10ന്റെ ബട്ടൺ പ്രസ് ചെയ്താലേ നമുക്ക് 500 കിട്ടും. അടുത്തത് 780 കിട്ടണമെങ്കിൽ അപ്പൊ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 78 ടൈംസ് പ്രസ് ചെയ്യണം. 10ന് ഒരു 0 ആണ്. അപ്പൊ ആ ഒരു 0 അങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് നോക്കിയാൽ മതി കേട്ടോ. ഇനി 1000 കിട്ടണമെങ്കിൽ ഈ ഒരു 0 മാറ്റിയിട്ട് ബാക്കി 100 ടൈംസ് പ്രസ് ചെയ്യണം 1000 കിട്ടണമെങ്കിൽ. അടുത്ത 3700 കിട്ടണമെങ്കിൽ എത്ര ടൈംസ് പ്രസ് ചെയ്യണം?
370 ടൈംസ് പ്രസ് ചെയ്യണം. ഇവിടെ 1000 ടൈംസ് പ്രസ് ചെയ്താലേ 10,000 കിട്ടും. ഇനി 1 lakh കിട്ടണമെങ്കിൽ അപ്പൊ എത്ര പ്രാവശ്യം പ്രസ് ചെയ്യേണ്ടി വരും? 1 lakh കിട്ടണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 1 lakh എഴുതിയിട്ട് ബൈ 10 ചെയ്യുക. ഈ ഒരു സീറോയും ഈ ഒരു സീറോയും കട്ട് ചെയ്തുപോ. ബാക്കി എത്ര ഉണ്ട്? 10,000. അപ്പൊ 1 lakh കിട്ടണമെങ്കിൽ 10,000 ടൈംസ് 10ന്റെ ബട്ടൺ പ്രസ് ചെയ്യണം. അടുത്തത് 435 ടൈംസ് പ്രസ് ചെയ്താൽ ഏത് നമ്പർ ആയിരിക്കും ഇവിടെ കിട്ടുക? എന്ത് ചെയ്താൽ മതി? 435 10ന്റെ ബട്ടൺ ആണ് പ്രസ് ചെയ്യുന്നത് ഇൻറ്റു 10. അപ്പൊ 435 എഴുതിയിട്ട് ഒരു സീറോയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 4350. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. The handy hundreds only has a 100 button. How many times should it be pressed to show? ഇപ്പൊ 100 ബട്ടൺ മാത്രമേ ഹാൻഡി ഹൺഡ്രഡ്സിനുള്ളൂ. അപ്പൊ 400 കിട്ടണമെങ്കിൽ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 100ന്റെ ബട്ടൺ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 400 കിട്ടണമെങ്കിൽ 4 ടൈംസ് പ്രസ് ചെയ്യണം. അടുത്തത് 3700 കിട്ടണമെങ്കിൽ 100ന്റെ ബട്ടൺ എത്ര പ്രാവശ്യം പ്രസ് ചെയ്യണം? ഈ 2 സീറോ മാറ്റിയിട്ട് ബാക്കിയുള്ളത് നോക്കിയാൽ മതി. 37 ടൈംസ് പ്രസ് ചെയ്യണം. 10,000 കിട്ടണമെങ്കിൽ 100ന്റെ ബട്ടൺ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 100 ടൈംസ് പ്രസ് ചെയ്യണം. അടുത്തത് 53,000. 53,000 കിട്ടണമെങ്കിൽ 100ന്റെ ബട്ടൺ എത്ര ടൈം പ്രസ് ചെയ്യണം? 530 ടൈംസ് പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ ഏത് ബട്ടൺ ആണോ തന്നിരിക്കുന്നത് അതിന്റെ അതായത് 110,000 ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ സീറോസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് ആ സീറോസ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇവിടെ എഴുതാം കേട്ടോ. അടുത്തത് 90,000 കിട്ടണമെങ്കിൽ ഈ 100ന്റെ ഈ 2 സീറോ മാറ്റിയാൽ ബാക്കി 900 ടൈംസ് പ്രസ് ചെയ്യണം. അടുത്തത് ഇവിടെ ഈ 2 സീറോ മാറ്റിയാൽ ബാക്കി 976 ടൈംസ് പ്രസ് ചെയ്യണം. ഇവിടെ ഈ 2 സീറോ മാറ്റിയാൽ ബാക്കി 1000 ടൈംസ് പ്രസ് ചെയ്യണം. ഇനി 582 ടൈംസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഇവിടെ കിട്ടുന്നത് 582 എഴുതിയിട്ട് 2 സീറോയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അടുത്തത് ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ റിക്വയർഡ് ടു മേക്ക് 10,000? അതായത് 10,000 ആകണമെങ്കിൽ എത്ര ഹൺഡ്രഡ്സ് വേണം? ഇതാണ് 10,000. 10,000 കിട്ടണമെങ്കിൽ എത്ര ഹൺഡ്രഡ്സ് വേണം? എന്ത് ചെയ്താൽ മതി? 10,000 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. ഈ 2 സീറോയും ഈ 2 സീറോയും കട്ടായി പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടി? 100. അതായത് 100 ഹൺഡ്രഡ്സ് വേണം 10,000 ഉണ്ടാക്കണമെങ്കിൽ. ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ റിക്വയർഡ് ടു മേക്ക് 1 lakh? അപ്പോ 1 lakhന് എത്ര ഹൺഡ്രഡ്സ് വേണം? അപ്പൊ 1 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. എത്ര വേണം? 1000. അടുത്ത ക്വസ്റ്റ്യൻ. ഹാൻഡി ഹൺഡ്രഡ് സേസ് there are some numbers which tedious tens and thoughtful thousands can't show but I can. Is this statement true? Think and explore. അതായത് ഹാൻഡി ഹൺഡ്രഡ് പറയാണ് ചില നമ്പേഴ്സ് ഉണ്ട് tedious tensനും thoughtful thousandനും ഷോ ചെയ്യാൻ പറ്റാത്തത്, പക്ഷെ എനിക്ക് സാധിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആണല്ലേ? അതായത് thoughtful thousandന് 1000ന്റെ ഇതിൽ വരുന്ന നമ്പേഴ്സ് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ? അതായത് 2000 അല്ലെങ്കിൽ 35,000 അല്ലെങ്കിൽ 5,000 ഇങ്ങനെയുള്ള നമ്പേഴ്സ് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. tedious tensന് ഹൺഡ്രഡ്സിൽ വരുന്ന നമ്പർ കാണിക്കാൻ പറ്റും, പക്ഷെ കുറെ പ്രാവശ്യം പ്രസ് ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷെ thoughtful thousandന് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഹാൻഡി ഹൺഡ്രഡ്സിന് 200 കാണിക്കാം, പക്ഷെ thoughtful thousandന് പറ്റത്തില്ല. thoughtful thousand സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 തൊട്ടാണ്. അപ്പൊ 200 ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ tedious tensന് പറ്റും, പക്ഷെ എന്താണ് 20,000 പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് പറയാം? ട്രൂ ആണ് എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ്? thoughtful thousandന് ഹാൻഡി ഹൺഡ്രഡ്സിന്റെ നമ്പേഴ്സ് ഒന്നും കാണിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ tedious tensനും ഇപ്പോ 900 എടുക്കുകയാണെങ്കിൽ
tedious tense എത്ര പ്രാവശ്യം പ്രസ് ചെയ്യേണ്ടി വരും? 90 ടൈംസ് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായല്ലോ?